സ്വന്തമായിട്ട് എൻ്റെ നൈറ്റി എനിക്ക് തയ്ച്ചിടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വേണ്ടിയാണ്. ഒരു ടേപ്പും കത്രികയും ഒരു ക്ലോത്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. അപ്പം ചാനലിൻ്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പുതിയ വീഡിയോ അറിയോ? ഒത്തിരി നാളായില്ലേ നൈറ്റി തയ്ച്ചിട്ട്? എത്ര നാളായില്ലേ? പലതരം നൈറ്റികൾ തയ്ച്ച് നിങ്ങളെ കാണിച്ചു, നിങ്ങളെല്ലാം തയ്ച്ചു, മടുത്തു. ഞാനും മടുത്തെന്ന് തോന്നുന്നു. ഒത്തിരി നാളായി ഞാൻ നൈറ്റി ഡീലില്ല. എന്നാലും ഒരുപാട് പേർക്ക് വീണ്ടും കാണാൻ ആഗ്രഹം കാണും. എൻ്റെ ചാനലിൽ എന്നും പുതിയൊരു വരുന്നുണ്ട്. അതുകൊണ്ട് പുതിയവർക്കായിട്ട് ഒരു സിമ്പിൾ നൈറ്റി, അതായത് ഫ്രണ്ട് പ്ലേറ്റഡ്, നമ്മൾ യോക്ക് വെച്ച ഫ്രണ്ട് പ്ലേറ്റഡ്, ബാക്ക് സാധാ ചുരിദാർ കട്ടിങ്, അങ്ങനെ ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോയിലേക്ക് പോവുക. അപ്പം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഒരു തയ്യൽ അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് തയ്ക്കാം. എൻ്റെ വീഡിയോയുടെ കമൻസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എന്താ ഇന്നലെ എഴുതിയേക്കുന്ന കണ്ടു, ഒന്നും അറിയത്തില്ലാത്ത ഞാൻ ഇത് തയ്ച്ചു അത് തയ്ച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല നല്ല കമൻസ് ഇട്ട് എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് കട്ടിങ് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഒറ്റ കളർ കേട്ടോ, ഒറ്റ കളറിൽ നൈറ്റി തയ്ച്ച് കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഇത് ചുരിദാർ തയ്ക്കാൻ വേണ്ടി ഞാൻ കൊണ്ട് വെച്ചിരുന്നതാണ്. നൈറ്റി ബിറ്റാണ് എന്ന് പറയുന്ന പോലെ 290 ഇത് കണ്ടോ. ഇത് നമ്മൾ രണ്ടായിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ മടക്കിയിരിക്കുന്നതാണ്. ഇത് കണ്ടല്ലേ, ഇതാണ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം, ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ. ഇതിനെ നമ്മൾ കൃത്യം ഇങ്ങനെ മടക്കുന്നു. കറക്റ്റ് നടുവേ രണ്ടായിട്ട് കട്ട് ചെയ്യാം. കാരണം ഒന്ന് ഫ്രണ്ട് പാർട്ട് നമുക്ക് യോക്ക് വെച്ചും ബാക്ക് പാർട്ട് ചുരിദാർ കട്ടിങ്ങും അല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് ചുറ്റു വെട്ടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ മടക്കിയിട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അതുകൊണ്ട് ഇതിൽ നമ്മൾ ഈ നൈറ്റി ക്ലോത്തിനെ കറക്റ്റ് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൽ ഒരു പീസ് നമ്മളങ്ങ് മാറ്റുകയാണേ. നമുക്കൊരു പീസ് മതി. ഫ്രണ്ട് പാർട്ട്, അതായത് യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പോവാം. ശ്രദ്ധിച്ചിരുന്നോണേ. ആർക്ക് വേണ്ടിയാണ് തുടങ്ങുന്നത് അറിയാമല്ലോ? ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടി. സ്വന്തമായിട്ട് എൻ്റെ നൈറ്റി എനിക്ക് തയ്ച്ചിടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വേണ്ടിയാണ്. ഒരു ടേപ്പും കത്രികയും ഒരു ക്ലോത്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. അപ്പം നമ്മൾ ആരും തുടങ്ങാൻ പോവാണേ. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമുക്ക് ആദ്യം വേണ്ടത് നെക്കല്ലേ. നെക്ക് ഇതിപ്പോൾ ഞാൻ എൻ്റെ അളവിലാണ് ചെയ്യുന്നത്. എൻ്റെ അളവെന്ന് പറയുമ്പം എൻ്റെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് 38. അപ്പൊ എൻ്റെ അളവില് 38 ചെസ്റ്റ് അളവിലാണ് ചെയ്യുന്നത്. ഈ സെയിം അളവ് മതി 36നും 40ക്കും ഒക്കെ ഈ സെയിം അളവ് മതി കേട്ടോ. ഒരു ചെറിയ വേരിയേഷൻ വരുത്തിയാൽ 42, 44, 34 ഇങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പൊ ഏതാണ്ട് ഒരുവിധപ്പെട്ടവർക്കൊക്കെ എടുക്കത്തക്ക രീതിയിലാണ് ഞാൻ മെഷർമെന്റ് പറഞ്ഞു പോകുന്നത്. അപ്പൊ നെക്ക്, നൈറ്റിക്ക് നെക്ക് അധികം വേണ്ട നിങ്ങൾക്കറിയാം. എന്നാൽ നെക്ക് ഇല്ലെങ്കിൽ നൈറ്റി അത്ര ഭംഗിയുണ്ടെന്ന് പറയാനും പറ്റത്തില്ല. നമ്മൾ പണിക്ക് കഴിഞ്ഞാൽ അതിട്ടുകൊണ്ട് സ്ഥിരം പണി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് നെക്ക് അധികം ഇറക്കമൊന്നും വേണ്ട. പക്ഷെ എന്നാലും നൈറ്റിക്ക് ഒരുവിധം നെക്ക് ഉണ്ടെങ്കിലേ എനിക്കിഷ്ടമുള്ളൂ. അതുകൊണ്ടാണ് എനിക്കാണല്ലോ തയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ 3 ഇഞ്ച് കഴുത്ത് വെക്കുക. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഞാൻ 3 ഇഞ്ച് കഴുത്ത് വരച്ചു എന്ന് പറഞ്ഞാൽ ഇത് തയ്ച്ചു കഴിഞ്ഞ് 3.25 ആകില്ല. ആ രീതിയിൽ ഞാൻ തുണി വെച്ചേ തയ്ക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നിങ്ങളിനി അല്ല നമ്മൾ 2.25 എടുത്തിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ അത് എത്രയായിട്ട് മാറും? 3 മാറും. അല്ല 2.5 എടുത്താൽ 3 മാറും. അതൊന്നുമില്ല. ഞാൻ എടുക്കുന്ന 3 ഇപ്പം 3 അളവ് നിങ്ങളെ കാണിച്ചാൽ അത് 3 തന്നെയായിരിക്കും. കാരണം ഒന്നുകിൽ വേറൊരു തുണി വെച്ചിട്ട് അടിച്ച് തിരിച്ചു മറിക്കാനാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ നെക്കിന്റെ വിഡ്ത്ത് എത്ര എടുത്തു? 3. 38 ചെസ്റ്റ് അളവുള്ള ആൾക്ക് 2.25 എടുത്താലും മതി. അതുപോലെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം 6.5 എടുത്തു. 6.5 ഒരുവിധം കൂടുതലാന്ന് തന്നെ പറയാം. 6 ഒക്കെ മതി കേട്ടോ. അപ്പൊ എനിക്ക് 6.5 വേണേ, അതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. എന്ത് ചെയ്തു? നമ്മുടെ നെക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്ന അകലം, കഴുത്തകലം 3 എടുത്തു. കഴുത്തിന്റെ ഇറക്കം ഞാൻ 6.5 എടുത്തു. എത്ര എടുത്താൽ മതി? 6 എടുത്താൽ മതി. മറക്കരുത് കേട്ടോ. നിങ്ങൾ ഓർക്കുക, ഇവിടെ 3ഉം ഇതിന്റെ ഇറക്കം 6 എടുത്തു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഈ ലൈനും തമ്മിൽ ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു. അതുപോലെ ഇതും നമ്മൾ കൃത്യമായിട്ട് കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ചതുരം കിട്ടി അല്ലേ? ഈ ചതുരത്തിൽ യൂക്കഴുത്താണ് വരയ്ക്കേണ്ടതെങ്കിൽ ഒരു പാടുമില്ല. നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കേർവ് കാണും. ഫ്രഞ്ച് കേർവ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നെക്ക് അങ്ങോട്ട് ഡിസൈൻ ചെയ്യാം. ഇതാണെങ്കിൽ ഇനി വേറെ വല്ല ഫാഷനുമാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം. ഇനി ഇത് വേണം നിർബന്ധമുണ്ടോ വരയ്ക്കാൻ? ഒന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ട് വരയ്ക്കാം.
അപ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രം ഉള്ളത് കൊണ്ട് ബാക്ക് നെക്കിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇനിയും നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡറാണ്. എൻ്റെ ഷോൾഡർ ഫുൾ ഷോൾഡർ 15 ഉണ്ട്. 15 നേരത്തെ 16 ആയിരുന്നു കേട്ടോ. എക്സർസൈസ് ഒക്കെ ചെയ്ത് മണ്ണൊക്കെ കുറച്ചപ്പോഴാണ് 15 ആയത്. അപ്പൊ 15ന്റെ പകുതി എത്ര? 7.5. നൈറ്റിക്ക് 7.5 വേണമെങ്കിൽ എടുക്കാം. കാരണം നൈറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്വല്പം ലൂസിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് 7.5 എടുക്കാം. പക്ഷെ ഞാൻ 7.5 എടുക്കുന്നില്ല. എനിക്ക് നൈറ്റ് നല്ലതായിട്ട് തന്നെ ഇരിക്കണം, നല്ല നൈറ്റി. അതുകൊണ്ട് ഞാൻ എത്ര എടുക്കുന്നുള്ളൂ? 7 എടുക്കുന്നുള്ളൂ. അപ്പൊ ഓർക്കുക, 34നും 36നും 38നും 40 വരെയും വേണമെങ്കിൽ നമുക്ക് എത്ര എടുത്താൽ മതി? 7 എടുത്താൽ മതി. ഇനി നമുക്ക് അടുത്തത് ഈ താഴോട്ടുള്ള ഇറക്കം. ഈ താഴോട്ടുള്ള ഇറക്കം നമുക്ക് എത്ര എടുക്കണം എന്നറിയാവോ? 8 ഇഞ്ച് എടുക്കണം. മറക്കല്ലേ, 8 ഇഞ്ച് എടുക്കണം. അത് ഇവിടെ നിന്ന് എത്ര വന്നേക്കുന്നേ? 7 അല്ലേ? ആ 7 തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു. ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഈ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. ഈ താഴേക്കുള്ള ഡെപ്ത്, ഈ ഇറക്കം എന്ന് പറയുന്നത് ഇത് എത്രയാണ്? 8 ഇഞ്ചാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് 7 ഇഞ്ച് എടുത്തല്ലോ, ഈ സെയിം 7 ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് 1 ഇഞ്ചും കൂടെ മുന്നോട്ട് മാറ്റുന്നു. ഇനി നിങ്ങൾ ഓർക്കണേ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർക്കണം, നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വളഞ്ഞല്ലേ ഇരിക്കുന്ന ഈ വശം, നമ്മുടെ ഈ ഭാഗത്തുനിന്ന്. അതെന്തിനാണെന്നറിയാവോ? ഈ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നതാണ് വണ്ണം. 38 ആയാലും 40 ആയാലും 42 ആയാലും നമുക്ക് നൈറ്റി നമുക്ക് കൊള്ളുന്നത്, അതായത് നമുക്ക് ചേരുന്നത്, അല്ലെ നമ്മുടെ ഫിറ്റ് ആകുന്നത് ഇവിടുന്ന് എടുക്കുന്ന അളവാണ്. എനിക്ക് 38ന് ഞാൻ 1 എടുത്തെങ്കിൽ 40ന് 1.5 എടുക്കണം. 42ന് 2 ഇഞ്ചും എടുക്കാൻ മറക്കരുത്. 36കാര് 3/4 എടുത്താൽ മതി. ഇപ്പം പിടി കിട്ടിയോ? ഇപ്പം ഞാൻ എത്ര എടുത്തേക്കുന്നത്? 1 ഇഞ്ച്. ഉള്ളി 1 ഇഞ്ച് ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഇത്ര മനസ്സിലായല്ലോ? നീട്ടി വരച്ചിട്ട് നമ്മൾ ഈ ലൈൻ, ഇത് ശരിക്കും കൈക്കുഴിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കൈക്കുഴി സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ചെറിയ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിങ്ങനെ വെച്ചതേ ഉള്ളേ. നമ്മൾ കൈക്കുഴി വരയ്ക്കുന്ന പോലെ തന്നെ നമുക്കിതിനെ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് വളച്ച് വരച്ചു. കണ്ടോ? ഈ ലൈൻ തന്നെ ഇങ്ങനെ തന്നെ നേരെ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒന്ന് വളച്ച് വരച്ചു. ഇത്തരം കാര്യങ്ങൾ ഇവിടെ കിട്ടിയോ? കഴുത്ത് മനസ്സിലായി, ഷോൾഡർ മനസ്സിലായി, കൈക്കുഴി നമ്മൾ 8 ഇഞ്ച് എടുത്തു, അവിടുന്ന് 1 ഇഞ്ച് എടുത്തു, എക്സ്ട്രാ മനസ്സിലായി. ഇനിയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ച് നൈറ്റിക്ക് വെട്ടിക്കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലെന്നൊക്കെയാ. ഞാൻ എപ്പോഴും സ്ലോപ്പ് വെട്ടിക്കളയും. ഈ ഒരു 1/4 ഇഞ്ച് അല്ല 1/4 അരയോ നമുക്ക് എടുക്കാം. എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ സ്ലോപ്പ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് യോക്കിന് എത്ര ഇറക്കം വേണം, നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിന് എത്ര, അത് നമുക്ക് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്താൽ ഒരു 10.5 ആവറേജാണ്. 10.5യോ 10ഓ മതി കേട്ടോ. 10.5 എടുക്കാവേ. ചിലർ 11 എടുക്കും. നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ 11 എടുത്തു. 10.5ആണ് ആവറേജ്. അതുകൊണ്ട് ഞാൻ എത്ര എടുത്തു? 10.5യിൽ അളവ് കൊടുത്തു. നിങ്ങൾ കണ്ടല്ലോ, ഈ സെയിം 10.5 നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം. നമുക്ക് അതിന് ആവശ്യം വരും. ആ 10.5 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. എന്നിട്ട് വേണേൽ ഈ ഫുൾ ലൈൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡോട്ട് ചെയ്ത് ഒന്ന് വരച്ചിട്ടേക്കാം നമുക്കല്ലേ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് നമ്മുടെ യോക്ക് പാർട്ട് ഈ ഇവിടുന്ന് ഒരു എക്സ്റ്റെൻഡ് ചെയ്തില്ലേ 1 ഇഞ്ച്, ഇവിടെ നിന്ന് വേണം നമുക്കിത് ഇങ്ങനെ ഈ ഷേപ്പിൽ ഇതിലോട്ട് കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കാൻ. കണ്ടോ? ഒരു ചെറിയ കേർവ് കൊടുത്ത് നമ്മൾ വരച്ചു. അപ്പം നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ യോക്ക് പാർട്ട്. ഈസി അല്ലേ? ഒരു നൈറ്റി ബിറ്റ് മേടിച്ച് എൻ്റെ ഒപ്പം തുടങ്ങിക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? നമ്മുടെ കൈ സ്ലീവ് എടുക്കാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഞാനൊരു ഒരു ചെറിയ മണ്ടത്തരം കാണിച്ചു. ഓപ്പൺ ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാതെ ഈ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് സാധാരണ നൈറ്റി വെട്ടുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മളിവിടെ കട്ടിങ് വരത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കൈ ഇവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ ആയിരിക്കും നിങ്ങൾ 90% പേരും ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് കൈ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കൈക്കൊരു മാക്സിമം 8 ഇഞ്ച് ഇറക്കം കിട്ടിയാൽ മതി. നമ്മൾ ഇവിടെ നിന്ന് ഒരു 1 ഇഞ്ച് 1/4 ഇഞ്ച് മടക്കി തയ്ക്കും. എന്നാലും നമുക്ക് നൈറ്റിക്ക് 8 ഇഞ്ച് ഇറക്കം കൈക്ക് മതി ഇറക്കം. അത് ഞാൻ അടയാളപ്പെടുത്തി. ആ 8 ഇഞ്ച് ഇവിടെ നിന്നുകൊണ്ടൊന്ന് കൊടുക്കട്ടെ. ഇതാ വരുന്നത് 8 ഇഞ്ച് എന്ന് പറയുന്ന ലൈൻ. ഇതാ മനസ്സിലായോ? ഇനിയും നമുക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ കൈയുടെ വണ്ണം. ഇപ്പം ഇവിടുത്തെ കൂട്ടിയെടുപ്പിന് വേണ്ടി ഒരു 1/2 ഇഞ്ച് ഇട്ടിട്ട് ബാക്കി കൈയുടെ വണ്ണം നമുക്ക് എത്ര വേണമായിരിക്കും? നിങ്ങൾക്കറിയാം, ഒരു 38 ചെസ്റ്റ് അളവുള്ള 38 ചെസ്റ്റ് അളവുള്ള ആൾക്ക് 9.5-10 ഇഞ്ച് വരെ നമുക്ക് കൈയുടെ വണ്ണം എടുക്കാം. ഞാനതുകൊണ്ടൊരു
9.5 മതി ധാരാളം. നമുക്കൊരു 9.5-യിൽ ഞാൻ ഈ കൈയുടെ വണ്ണം ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുകയാണേ കേട്ടോ. കൈവണ്ണം അടയാളപ്പെടുത്തി. ഇവിടെ നിന്ന് ഈ 8ഉം ഈ സെയിം 8-ലുള്ള ലൈന് ഇതല്ലേ കിടക്കുന്ന ലൈൻ, ഈ ലൈനിൽ നിന്ന് അടയാളപ്പെടുത്തി. ഇനി നമ്മുടെ കൈക്ക് ക്യാപ്പ് ഹൈറ്റ് വേണ്ട. ഞാൻ ഇത്ര നാളും ചുരിദാറിനൊക്കെ വെട്ടുമ്പോൾ ഓർമ്മത്തില്ലേ, നമ്മുടെ കൈയുടെ ഡൗൺ അല്ലെങ്കിൽ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ 3.5 എടുക്കുന്നത്. നൈറ്റിക്ക് 3.5 ആവശ്യമില്ല, 3 ഇഞ്ച് മതി. ആ 3 ഇഞ്ചിൽ ഒരു വര വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈൻ നമ്മൾ സാധാരണ നമ്മുടെ സ്ലീവ് വെട്ടത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലോട്ട് യോജിപ്പിക്കും. നോക്കിയേ, കണ്ടോ? അപ്പം ഇതാണ് നമ്മുടെ സ്ലീവ്. ഇവിടെ നിന്ന് നമുക്ക് എത്ര ഇഞ്ച് ഓപ്പണിങ് വേണം, നമുക്ക് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ നോക്കുന്നത്. 1/2 ഇഞ്ച് വിട്ട് നമുക്ക് ഒരു 7 ഇഞ്ച് എടുക്കാം. അവിടുന്ന് ഒരു 1-1.5 ഇഞ്ച് അല്ലെ 8 ഇഞ്ച് വരെ കൊടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ കൂട്ടി ചേർക്കാം. ഒരു സ്വല്പം തയ്യൽ തുമ്പും കൂടെ ഇട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് എടുത്തു. അപ്പം നമുക്ക് സ്ലീവ് കിട്ടി. സ്ലീവായി, നമ്മുടെ യോക്കായി. സ്ലീവിൻ്റെ പ്രത്യേകം ഓർക്കുക, സ്ലീവിൻ്റെ ലെങ്ത് നമ്മൾ 8 ഇഞ്ച് എടുത്തു. സ്ലീവിൻ്റെ വിഡ്ത്ത് നമ്മൾ എത്ര എടുത്തു, 9.5 എടുത്തു. ഇവിടെ നിന്ന് ക്യാപ്പ് ഹൈറ്റ് നമ്മൾ എത്ര എടുത്തു, 3 ഇഞ്ച് എടുത്തു. അതിലോട്ട് സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ച് ചേർത്തു. പിന്നെ ഒരു ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പ് സീം അലവൻസും കൂടെ എടുത്തു. ഇനി നമുക്ക് ഇത്രയും കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുമ്പ് ഒരു കാര്യം കൊണ്ടുണ്ടേ, അവനെ കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയും കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഞാൻ കഴുത്ത് വെട്ടുന്നില്ലേ. സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ബാക്കിയുള്ള തുണി എന്ന് പറയുന്നത് ഇതല്ലേ. ഇതെങ്ങനെയാ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ നോക്കിക്കോണേ. ഇത് നമ്മൾ നോക്കുന്നത്, ഇതൊന്നുകൊണ്ട് നിങ്ങളെ ഞാൻ വെച്ച് കാണിക്കാം. ഈ യോക്ക് പാർട്ടിൻ്റെ ഈ ആം ഹോളിൻ്റെ അങ്ങോട്ട് ഇവിടെ അടിപ്പ് വരും, ഒരു 1/2 ഇഞ്ച് അടിപ്പ് വരും. ഇതിനും 1/2 ഇഞ്ച് അടിപ്പ് വരും. അതുകൊണ്ട് ഞാൻ ഇത് ഒന്നിച്ച് തന്നെ വെക്കുക കേട്ടോ. കാരണം ഇവിടെ അടിപ്പ് വരും, ഇവിടെ അടിപ്പ് വരുമ്പോൾ ഇത് ഒരുപോലെ ഇരുന്നോട്ടെ, നമുക്ക് മാറ്റണ്ടല്ലോ. അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇവിടം വരെ നമുക്ക് ഏതുള്ളൂ, ഈ പാർട്ട് യോക്ക് വരുന്നുള്ളൂ. ബാക്കി ഭാഗത്ത് നമുക്ക് തുണിയില്ല. ഇത് എത്ര ഉണ്ടെന്ന് നമുക്ക് അളന്ന് നോക്കാം. ഇത് എത്ര ഉണ്ടെന്ന് കൃത്യം അളന്ന് നോക്കി. അളന്ന് നോക്കുമ്പോൾ എത്ര ഉണ്ട്, 3.5 ഒരു 3.25 കൂട്ടിക്കൂ, 3.25. ഇനിയും നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇതും ഇവിടെ വരാൻ പോകുന്ന തുണിയും കൂടെ കയറ്റി തയ്ക്കുമ്പം 1/2 ഇഞ്ച് ഇവിടെ പോകും അല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ 3.25 എന്നുള്ളത് 1 ഇഞ്ച് കൂടെ കൂട്ടി 4.25 വരെ എടുക്കാം. അല്ലെ 4.5 വരെ ആണെങ്കിലും കുഴപ്പമില്ല. അല്ലെ 4.25 വരെ അത്രയും നീളം കൂടെ കിട്ടിയാലേ നമുക്ക് ഈ സ്ലീവിൻ്റെ അറ്റം വരെ തയ്ക്കാനായിട്ട് തുണി കിട്ടത്തുള്ളൂ. അതെവിടെ നിന്നാണെന്നാണ് നമ്മളിനി നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വെട്ടിയതിൻ്റെ ബാക്കി ഇങ്ങനെ വിരിച്ചിടണം. നമുക്ക് കളറൊക്കെ ഉള്ള തുണിയാണെങ്കിൽ നമുക്ക് ഈ ഭാഗമൊക്കെ എടുക്കേണ്ടത്, അതുകൊണ്ട് ഒട്ടും വെറുതെ കളയരുതേ. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, ഇവിടെ നമ്മൾ 10 വരച്ചില്ലേ, ഈ 10യിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴേക്ക് നമുക്കൊരു മാർക്ക് കൊടുക്കാം. ഈ 10യിൽ നിന്ന് 2.5 വരെ നമ്മളൊരു മാർക്ക് കൊടുത്തു. ഈ 2.5-യിൽ നമ്മുടെ ടേപ്പ്, ഈ 2.5-യിൽ ഈ ടേപ്പിൻ്റെ പോയിന്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ ലൈനിലൂടെ എങ്ങോട്ട് നീക്കുമ്പോഴാണ് നമ്മുടെ 4.25 വരും നമ്മൾ നോക്കണം. നമ്മുടെ 4.25 ഇത് ഇവിടെ വരുന്നത് കണ്ടോ. 4.25 എന്നുള്ള അളവ് ഇത് കണ്ടു നോക്കിയേ നിങ്ങൾ. ഇത് 5 ഉണ്ട് അല്ലേ. 5 വേണം നിർബന്ധമില്ല. 5 വേണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങോട്ട് മുന്നോട്ട് മാറും. 5 കൂടുതൽ വേണമെങ്കിൽ ഇങ്ങോട്ട് വരും കണ്ടോ. 5 വേണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടി ഇങ്ങോട്ട് നമുക്ക് നീട്ടി വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ടേപ്പ് വെച്ച പോലെ ഇതിങ്ങനില്ലേ, ഇതിങ്ങനെ ഒരു ഒറ്റ വര വരക്കല്ലേ, ചെറിയ തോതിൽ ഒരു കേർവ്, ഒരു കുഞ്ഞൊരു കാരണം കൈക്കുഴിയുടെ അവിടെ ഒരു വളവല്ലേ വരുന്നത്, അതുപോലെ വളവായിട്ട് വരാനായിട്ട് നമ്മളിത് ശ്രദ്ധിക്കണം. ഇത്രേ ഉള്ളൂ. ബാക്കി ഇതുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ അല്ലേ. ഇവിടെ നമുക്ക് കയറ്റി വരയ്ക്കാൻ പോലും ഇല്ല. കറക്റ്റാണ്. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ ഇതിൻ്റെ ഇത് എടുക്കുമ്പോൾ ആ മിഡ് പോയിന്റ് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ബാക്കി ഇതും കൂടെ തീർന്നു. നമ്മുടെ പണി കഴിഞ്ഞു. സ്കേർട്ട് പാർട്ടായി, യോക്കായി, കൈയായി, എല്ലാം ഓരോന്നേ ആയിട്ടുള്ളതെന്ന് ഓർക്കണേ. അടുത്ത രണ്ടാമത്തെ തുണിയില്ലേ, രണ്ടാമത്തെ തുണിയും കൊണ്ട് എടുത്തിട്ട് നമുക്ക്
ഒന്ന് മുമ്പത്തെ പോലെ തന്നെ നമുക്ക് മടക്കാം. മുമ്പത്തെ പോലെ തന്നെ മടക്കി വിട്ട് എത്ര നമ്മൾ എടുത്തേക്കുന്നത് 3 ഇഞ്ച്. ആ സെയിം 3 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. നമുക്ക് നെക്ക് വിട്ട് താഴേക്ക് ഇറക്കം എത്ര വേണം? ഞാനൊരു നെക്ക് നൈറ്റിക്ക് ഒത്തിരി എടുക്കാറില്ല. പിന്നെ വലിയ ഫാഷനിലൊക്കെ എടുക്കണമെങ്കിൽ നമുക്കൊരു 3.5 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. അതിന് വേണോ? 3.5 ഇഞ്ച് കൊടുക്കുന്നു. 3.5 ഇഞ്ചിൽ നമ്മൾ നെക്കിൻ്റെ വിട്ട് അടയാളപ്പെടുത്തി. വിട്ടല്ല, ഇറക്കം അല്ലേ, അടയാളപ്പെടുത്തി. ഇത് രണ്ടും നമ്മൾ ചേർത്ത് വരച്ചു. നമുക്ക് സാധാരണ പോലെ ഒരു യു നെക്ക് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പുറത്ത് എത്രയാണ് എടുത്തേക്കുന്നത്? നമ്മളുടെ ഷോൾഡർ 7 അല്ലേ? ആ സെയിം 7 ഇഞ്ച് നമ്മൾ ഇവിടെയും എടുക്കുന്നു. പിന്നെ നമുക്ക് എന്നാ അറിയണ്ടേ? ഈ ഇറക്കമാണ് നമുക്കിനിയും വേണ്ടത്. ആ ഇറക്കം നമുക്കൊരു സാധാരണ ഈ അളവുള്ള നൈറ്റിക്കാണെങ്കിൽ 7.5 മതി. പക്ഷെ നമുക്കതിൽ കൂടുതൽ ഇവിടെ എടുക്കേണ്ടി വരും. നമുക്കൊരു 8 ഇഞ്ചെങ്കിലും മിനിമം എടുക്കേണ്ടി വരും. ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണം. നോക്കിയിട്ടേ നമുക്ക് തയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. 8 ഇഞ്ചിൽ നമുക്ക് നോക്കാം. എന്നിട്ട് ചെസ്റ്റ് വണ്ണം നമുക്ക് 38ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി 42. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. നമുക്ക് കൈ കിട്ടണ്ടേ? നമ്മളൊരു കൈ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ? ആ കൈയുടെ അളവ് നമുക്ക് ഇവിടെയും ഇതിനും കിട്ടണം. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ അളവ് വെച്ച് നമുക്ക് ആദ്യം ഇവിടെ ഇങ്ങനെ നിന്ന് ഈ ഒരു കൈ അങ്ങ് വെട്ടിയെടുക്കാം. അത് കഴിഞ്ഞും നമുക്ക് ബാക്കി എന്ത് പ്രശ്നമുണ്ടല്ലോ അത് കഴിഞ്ഞുള്ളതേ മതി. ഇത്രയും വരെ കിട്ടത്തുള്ളൂ. നമുക്ക് എന്ത് വന്നാലും ഈ കൈ ഈ അളവ് തന്നെ വെട്ടിയെടുക്കണം കേട്ടോ. അതാദ്യം ഞാനങ്ങ് ചെയ്യുകയാണേ. എന്നിട്ട് ഞാൻ ബാക്കി കാര്യം ചെയ്യുന്നുള്ളൂ. നോക്കാം. നമുക്ക് ഇപ്പം എത്ര ഇവിടെ വരെ 11 അല്ലേ? നമുക്ക് അത്രയും വേണ്ട. ഇപ്പം നൈറ്റിക്ക് ഇങ്ങനെ ഒരുപാട് സീം അലവൻസ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനിത് 10.5 നിർത്തുന്നു. അവിടെ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് നിൽക്കുന്നു. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇവിടെ നിന്ന് ഒരു 14.5 അടയാളപ്പെടുത്താം. 34, 2 36, 36ൻ്റെ 4 9 അത് കൊടുക്കുന്നു. അവിടെ നിന്നൊരു 1.5 ഇഞ്ച് സീം കൊടുക്കുന്നു. നമുക്ക് ഏതാണ്ട് ഒരു 20 ഹിപ്പിൻ്റെ ഭാഗത്ത് എനിക്ക് 40 40-ലൂടെ 2 ഇഞ്ച് കൂട്ടിയാൽ 42ൻ്റെ 4 10.5. ആ 10.5 നമ്മൾ കൊടുക്കുന്നു. ഒരു 1.5 ഇഞ്ച് സീം കൊടുക്കുന്നു. ബാക്കി നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ചേർത്ത് വരയ്ക്കട്ടെ. ഇങ്ങനെ വരച്ച് നമുക്ക് ഇതിങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് കൂട്ടിച്ചേർക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്കെയിൽ വെച്ച് ഇങ്ങനെ കൊട്ട പോലെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടെ താഴേക്ക് വരയ്ക്കാം കേട്ടോ. ഉണ്ടോ? ഇതായിരിക്കും കറക്റ്റ്. ഇങ്ങനെ വരണമെന്നില്ല. ഇങ്ങനെ തന്നെ നമുക്ക് വെട്ടിപ്പോകാം. അപ്പം നമ്മുടെ നൈറ്റിയുടെ ഇവിടുത്തെ കട്ടിങ്ങും കഴിഞ്ഞു. അപ്പം ഇത് ഞാൻ തുണി വെച്ച് അടിച്ചോളാവേ. അപ്പം ഇവിടെ മുമ്പത്തെ പോലെ തന്നെ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാൻ മറക്കല്ലേ. ഇത് നമുക്ക് അപ്പോൾ നമ്മുടെ നൈറ്റി കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് തയ്ച്ചെടുത്താൽ മതി. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് തുടങ്ങാം. ഞാൻ എല്ലാം കാണിക്കുന്നില്ല, ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് ഭാഗം മാത്രം. ഇതല്ലേ നമ്മുടെ ഫ്രണ്ട് പാർട്ട്. അതിൻ്റെ ഈ സെൻറ്റർ നമുക്കൊരു 2 ഇഞ്ച് 2 2.5 ഇഞ്ചോ നമുക്കൊന്ന് കട്ട് ചെയ്യാം. കാരണം നൈറ്റിക്ക് എപ്പോഴും ഓപ്പൺ ഉള്ളതാണ് നല്ലത്. നമുക്ക് എളുപ്പത്തിൽ ഇടാനും എല്ലാം സൗകര്യവതാണ്. അതുകൊണ്ടാണേ. അല്ലാതെ നമുക്ക് തയ്ക്കാം. അല്ലാതെ തയ്ക്കുകയാണെങ്കിൽ പണി പകുതി എളുപ്പമാണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഫ്രണ്ട് പാർട്ട് 2 ഫ്രണ്ട് യോക്ക് 2 മറ്റൊരു തുണി വെച്ച് ലൈനിങ് ചെയ്ത് നെക്ക് ഡിസൈൻ ചെയ്ത് വെച്ച് കണ്ടോ. നെക്ക് തയ്ച്ച് ഫുൾ ഫിനിഷ് ചെയ്തു 2 പാർട്ടും കണ്ടോ. ഏറ്റവും നല്ലത് ഇങ്ങനെ ലൈനിങ് വെച്ച് ചെയ്യുന്നതാണ്. അപ്പം അവിടെ ഒരു കട്ടിയും കിട്ടും, നമുക്ക് ഫിനിഷിങ്ങും കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കിയേ. ഈ നമ്മൾ കൈക്കുഴിക്ക് വേണ്ടി ഒരു 4.25 അടയാളപ്പെടുത്തിയിട്ടിരുന്നില്ലേ, അവിടെ ഈ യോക്ക് പാർട്ടിൻ്റെ ഈ എൻഡ് വരത്തക്ക രീതിയിൽ ചേർത്ത് വെച്ച് ഞാൻ തയ്ച്ചു തുടങ്ങുക. തുടക്കക്കാർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. തുടക്കക്കാർ യോക്ക് പാർട്ടിൽ പ്ലീറ്റ് ഇട്ടതിന് ശേഷമേ ചേർക്കാവൂ. ഞാൻ രണ്ടും കൂടെ ഒരു വെടിക്ക് 2 പക്ഷി പോലെ അങ്ങ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം അവിടെ നിന്ന് തയ്ച്ചു വരുമ്പോൾ ഒരു 2.5 ഇഞ്ച് വരെ ഒട്ടും ഞുറിച്ചിൽ വേണ്ട. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ഞുറിച്ചിൽ ഇട്ട് കൊടുത്താൽ മതിയേ. കണ്ടോ, ഇതുപോലെ
രണ്ട് വശത്തുനിന്നും നമുക്ക് ഞുറിച്ചിലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ അപ്പം ഒരു കൈ കൊണ്ട് ഞുറിച്ചിൽ പിടിച്ചിട്ട് ഇതിനെ വെച്ച് ചേർത്തങ്ങ് തയ്ക്കുക. നിങ്ങൾ തുടക്കം അങ്ങനെ അത്രയും വിഷമിച്ച് തയ്ക്കണ്ട, അല്ലാതെ പതുക്കെ പതുക്കെ ഞുറി വിട്ട് കൊടുത്ത് തയ്ച്ചാൽ മതി. കണ്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. വലിയ ഞുറിവോ ചെറിയ ഞുറിവോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ട് രണ്ടും ഇങ്ങനെ ചേർത്ത് തയ്ക്കുന്നു. മുമ്പത്തെ പോലെ തന്നെ ഇങ്ങേ അറ്റത്ത് വരുമ്പം ഒരു 2.5-3 ഇഞ്ച് വരെയും നമുക്ക് ഞുറിവില്ലാതെ പ്ലെയിനായിട്ടും തയ്ക്കാം. അങ്ങനെ തയ്ക്കണേ രണ്ട് വശവും. അപ്പം നമ്മളിങ്ങനെ തയ്ച്ച് വരുമ്പോൾ നോക്കണം കറക്റ്റാണോ ഞുറി വിട്ടതും ഇവിടെ എത്തുന്നുണ്ടോ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇങ്ങനെ തയ്ക്കാൻ. നമുക്ക് ഒരടിപ്പോട് അടിക്കാം. രണ്ട് ഭാഗവും 2 പ്രാവശ്യം നമ്മൾ അടിച്ചെടുത്തു. ഇനി നമുക്ക് സാധാരണ നിങ്ങൾ നൈറ്റിയുടെ കണ്ടിട്ടില്ലേ, നൈറ്റിയുടെ ഇവിടെ ഇങ്ങനെ ഒരു മേലെ കൂടെ ഒന്ന് പതിച്ചടിക്കും. അത് കാണാൻ ഭംഗിയുമാണ്, ബലവുമാണ്. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ഈ അടിയിലത്തെ ആ സീം എലമെൻറ്റ്സ് ഇങ്ങോട്ട് പതിച്ചടിക്കുന്ന ഭാഗത്തോട്ട് കയറ്റി വെച്ചിട്ട് വേണം അടിക്കാൻ. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ ചേർത്തടിക്കണേ. ഇങ്ങനെ അരികിലൂടെ നമുക്ക് പതിച്ചടിച്ച് ഇങ്ങോട്ട് എടുക്കാം. കണ്ടോ, അതുപോലെ ഈ ഭാഗം കൂടെ ഞാൻ തയ്ച്ചെടുക്കാം. അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ യോക്ക് അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞു, അറ്റാച്ച് ചെയ്തത് കഴിഞ്ഞു. കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ പ്രധാന പണി ഇതാണ്. ഇവിടെ ഒരു പടി വെച്ച് എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ സത്യത്തിൽ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് ഞാൻ ബാക്ക് പാർട്ട് ചുരിദാർ കട്ടല്ലേ എടുത്തിരുന്നത്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ 2 പീസ് നമുക്ക് കിട്ടും. ചുരിദാർ കട്ടല്ലെങ്കിൽ ഇത്രയും തുണി കിട്ടാൻ പാടാണേ. ചുരിദാർ കട്ടാണ്, ഒരു വശം ചുരിദാർ കട്ടാണെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്ന് ഇത്രയും കൈ എടുത്തതിൻ്റെ താഴേക്ക് കിട്ടുമല്ലോ. അതൊരു മടക്കി 1.5 ഇഞ്ച് കിട്ടണം. ശ്രദ്ധിക്കണേ, മടക്കി 1.5 ഇഞ്ച് മിനിമം കിട്ടണേ. ഇച്ചിരി കൂടുതലെടുത്താലും കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മടക്കാൻ കിട്ടത്തില്ല. എന്നിട്ട് നമ്മളിതിനെ നിവർത്തിയിട്ടിട്ട് 2 വശവും ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിൽ താഴെ വൃത്തിയായിട്ട് മടക്കിയെടുക്കുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ അതിനെ ഒരു അയൺ ബോക്സ് വെച്ച് തേച്ചെടുത്താലും നല്ലതാണ്. അല്ലെങ്കിൽ കോട്ടൺ തുണി ആയതുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് മടക്കി ഫുള്ള് മടക്കി എടുത്തിട്ട് തിരിച്ചു മടക്കുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വലിപ്പം കിട്ടണം. 1 ഇഞ്ച് മതി ഇല്ലേ, ധാരാളം മടക്കി കിട്ടിക്കഴിഞ്ഞിട്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പടി പിടിപ്പിക്കുന്നതിൻ്റെ വീതിയൊക്കെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയേ, ഈ ഭാഗത്ത് നമ്മുടെ വലത്തെ ഭാഗത്താണ് ഞാൻ ആദ്യം, അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാവേ. വലത്തെ ഭാഗത്ത് പാർട്ട് ഞാൻ ആദ്യം എടുത്തിട്ട് നോക്കിക്കേ, ഇതിൻ്റെ ഒരെൻഡ് ഇങ്ങനെ ചേർത്ത് വെക്കുക. ചേർത്ത് വെക്കുമ്പം തന്നെ ആ ചേർത്ത് വെക്കുന്ന പടിയുടെ അരികെ മടക്കാൻ മറക്കല്ലേ. മടക്കി ആദ്യം ഒരു സൈഡ് ഞാൻ അടിച്ചെടുക്കുക. എങ്ങനെ അടിച്ചെന്ന് നോക്കിയേ, കണ്ടോ, അടിയിലോട്ട് വെച്ചിട്ട് നമ്മൾ ആ മടക്കി ഒരു ഭാഗമില്ലേ അത്രയും വെച്ച് നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് വെച്ച് തയ്ച്ചിങ്ങോട്ട് പോരാം. തയ്ച്ച് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എവിടം വരെ അടിക്കണം നോക്കിക്കേ. ആ കട്ട് ചെയ്തേക്കുന്നില്ല, നമ്മൾ കട്ട് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഒരു 1/2 ഇഞ്ച് മുകളിൽ നമ്മളൊരു മാർക്ക് ഇടുന്നു. ആ മാർക്കിൽ നമ്മളൊരു ഏതാണ്ട് അടുത്തൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടല്ലേ തയ്ക്കുന്നത്, അവിടെ കൊണ്ട് നമ്മൾ ഒരു കെട്ടിട്ട് നിർത്തുക. അവിടം വരെ മതി. അതിനുശേഷം നമ്മൾ നോക്കിക്കേ, അതിൻ്റെ ആ അപ്പുറത്തെ എൻഡ് മടക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വേണം മടക്കാനേ. മടക്കിയിട്ട് നമ്മൾ നേരത്തെ മടക്കി വെച്ചേക്കുന്ന 1/2 ഇഞ്ചില്ലേ അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേർത്ത് നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ പടി പിടിപ്പിക്കത്തില്ലേ അതുപോലെ തന്നെ കണ്ടോ, ഇവിടെ നമ്മൾ വീണ്ടും മടക്കി അടിച്ച് വരിക. ആ അടിപ്പ് വൃത്തിയുള്ളതായിരിക്കണം, കാരണം അത് കാണുന്ന ഭാഗമല്ലേ. കണ്ടോ, കൃത്യമായിട്ട് നമുക്ക് അടിച്ച് തയ്യൽ തുമ്പൊക്കെ ഒന്ന് നൂലൊക്കെ കട്ട് ചെയ്ത് ഞാൻ അടിച്ച് നിർത്തിയിടം വരെ കറക്റ്റ് കൊണ്ടുവന്ന് നിർത്തി കെട്ടിട്ട് നിർത്തി. ഇനി നമുക്ക് 2 കാര്യം തീരുമാനിക്കാം. എവിടെയാണോ നമുക്ക് പടി വരേണ്ടത്, ഈ വശത്ത് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ തുണി ഇടണം. ഞാൻ അപ്പുറത്ത് വശത്ത് കൊടുക്കാനായതുകൊണ്ടാണ് അത്രയും ഒരു 1/2 ഇഞ്ച് മിച്ചം വിട്ടിട്ട് കട്ട് ചെയ്തത്. എന്നിട്ട് അടുത്ത പീസും മുമ്പത്തെ പോലെ തന്നെ ഇത് ഇച്ചിരി എളുപ്പത്തിൽ ചെയ്യാൻ പോവാം. എന്നാ ചെയ്യുന്നറിയോ, 2 വശവും 1/2 ഇഞ്ച് വെച്ച് മടക്കിയിട്ട് നമ്മൾ മടക്കി വെച്ചില്ലേ, ആ മടക്കിലോട്ട് ഞാൻ ഈ ഭാഗം ചേർത്ത് വെച്ചങ്ങ് തയ്ക്കുക. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, മുകളറ്റം മടക്കി നല്ല കൃത്യമായിട്ട് വെക്കണം. എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ തുമ്പ് ഇങ്ങോട്ട് ചേർത്ത് വെച്ചാൽ ഒറ്റ അടുപ്പിൽ കാര്യം സാധിക്കാൻ പോകും. മുമ്പ് നമ്മൾ 2 പ്രാവശ്യം ഒന്നടിച്ച് തിരിച്ച് മേളിൽ കൂടെ അടിച്ചില്ലേ, അത് 2 ഒന്നിച്ച് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഓരോന്നായിട്ട് ചെയ്താലും മതി. ഇപ്പോൾ ഇത് തയ്ക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറമെ ഈ പടി ഇങ്ങനെ മടക്കി വെച്ച് നല്ല അരികിലൂടെ തന്നെ തയ്ച്ചിങ്ങി പോരുന്നു. ഇവിടെയാണ് ഞാൻ കൂടുതൽ തുണി എക്സ്ട്രാ ഇടുന്നത്. ഒരു 2 ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ വേണം. എന്തേരം നമുക്ക് പ്ലാക്കറ്റ് പോലെ താഴേക്ക് ഇറങ്ങിക്കിടക്കണോ അത് ഇവിടെയാണ് തീരുമാനിക്കുന്നത്.
പക്ഷേ എവിടെ കൊണ്ട് അടിച്ച് നിർത്തണം? മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ആ ക്ലോസ് ചെയ്ത് വരേണ്ടതിൻ്റെ 1/2 ഇഞ്ച് മുകളിൽ ഒരു മാർക്ക് ചെയ്ത് അവിടെ കൊണ്ട് നിർത്തി. ഇതിവിടെയാണ് ഇനിയും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എവിടെ നമ്മൾ നിർത്തിയോ ആ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടല്ലേ, ആ ഗ്യാപ്പിൻ്റെ അവിടെ ഓരോ കട്ട് കൊടുക്കണം, രണ്ടിടത്തും. ആ കട്ട് കൊടുക്കുന്നിടത്താണ് ഈ പ്ലാക്കറ്റ് നിവർന്ന് വരുന്നത്, വൃത്തിയായിട്ട് ചുളുക്കമില്ലാതെ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടോ, ശരിക്കും ഈ വശത്തായിരുന്നു മേലറ്റം കൊടുക്കേണ്ടതില്ലേ, ഞാൻ അപ്പുറത്താണ് കൊടുത്തത്. അപ്പം നമുക്ക് എങ്ങനെ വരും? ഇങ്ങനെ അല്ല വരേണ്ടത്, ഇങ്ങനെ ആയിരുന്നു വരേണ്ടതില്ലേ. ഞാൻ ചെയ്ത് തിരിച്ചാൽ കണ്ടോ, ഇങ്ങനെ ആയിരുന്നു വരേണ്ടത്. ഇങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? മുകളിൽ വേണം നമ്മൾ കൊടുക്കാൻ. ഇപ്പോൾ ഇങ്ങനെ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടത് മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ആ എക്സ്ട്രാ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ എക്സ്ട്രാ പീസല്ലേ വരേണ്ടത്, അത് ഇങ്ങനെ വെച്ച് നല്ല കൃത്യമായിട്ട് നമുക്ക് വേണ്ട ഈ പ്രഷർ കുക്കറിൻ്റെ അകത്തോട്ട് ചേർത്ത് വെക്കണേ. എന്നാലേ ഇവിടെ കറക്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് വലിച്ചു പിടിക്കണം. ഇപ്പം കണ്ടോ, ഇവിടെ ഓൾറെഡി നല്ല വൃത്തിയായി വന്നില്ലേ. ആ മിച്ചമുള്ളതിനെ നമുക്ക് എന്തേരം അടക്കി വെക്കാൻ വേണമെന്ന് പ്ലാൻ ചെയ്ത് ബാക്കി കട്ട് ചെയ്ത് കളയണം. എനിക്ക് ഇത്രയും മതി, ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളയുവാണേ. എന്നിട്ട് ഇവിടെ നമുക്ക് ആ ഒരു ത്രികോണ ഷേപ്പിൽ ചുവട് കോണ് പോലെ വേണേ മടക്കി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരെ വെക്കാം. വെക്കുമ്പോൾ അകത്തോട്ടുള്ള ഭാഗമെല്ലാം നല്ലതായിട്ടൊന്ന് വൃത്തിയാക്കി വെക്കണം, എങ്കിലേ അവിടെ ചുളുക്കമില്ലാതെ വരത്തുള്ളൂ. കണ്ടാ നിൽക്കുന്നേ. അങ്ങനെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ചേർത്ത് വലിച്ചു പിടിച്ചിട്ട് ചുളി ഒന്നുമില്ലെന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഇവിടെ നിന്നും എവിടം വരെ ഓപ്പൺ വേണോ, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഒരു അടയാളം കൊടുത്തില്ലേ, അവിടെ മുതൽ നമുക്ക് വീണ്ടും താഴേക്ക് തയ്ച്ച് വരാം. അപ്പോൾ തയ്ക്കുന്നതിന് മുമ്പ് ഇത് കണ്ടോ, ഈ ഭാഗം വൃത്തിയായിട്ട് ചേർത്ത് പിടിച്ചിട്ട് മടക്കി കൊടുക്കണം. ഞാനിപ്പോൾ നേരെ മടക്കുന്നേ ഉള്ളൂ, ഇതാ എളുപ്പമേ, അതുകൊണ്ടാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് കുത്തി നിർത്തി മറുവശത്തോട്ട് തയ്ക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം, ചുളുക്കം വരില്ലേ. കണ്ടോ, നമുക്ക് ഇപ്പുറത്തെ വശത്തോട്ട് കൊണ്ട് നമ്മൾ മുമ്പ് തുടങ്ങിയിടത്ത് കൊണ്ട് നിർത്തി അവിടെ ഒരു ചതുരം പോലെ നമുക്കവിടെ ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ അത് നല്ല ബലത്തിന് ഇരിക്കും. ഒരു കാരണവശാലും എത്ര വലിച്ചാൽ പോലും കീറിപ്പോകത്തില്ല. അവിടെ ഒന്ന് നിർത്തി, വേണമെങ്കിൽ 2 അടി പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു ഞാൻ ഒന്നുകൂടെ അടിക്കുക, അടിച്ച് ക്ലോസ് ചെയ്തു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാവേ, തയ്ക്കുന്ന കാണുമ്പോൾ എളുപ്പമെന്ന് വിചാരിക്കരുത്. തയ്ക്കുമ്പോൾ നല്ലപോലെ 2-3 പ്രാവശ്യം വല്ലോ വെട്ടുതുണിയാലൊക്കെ ചെയ്ത് പഠിക്കണേ, എന്നിട്ട് നോക്കണം. ഇതെങ്ങനെയുണ്ട് നോക്കിക്കേ, ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ. നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിയേക്കുന്നത് കണ്ടോ, കണ്ടോ കിട്ടിയേക്കുന്നേ, ചുളുക്കമൊന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ട് കിട്ടി. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ തയ്ക്കാനല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്. നൈറ്റിയൊക്കെ തേണ്ട തയ്ച്ചിട്ടുണ്ട് വന്നു. ഇത് കണ്ടോ, യോക്ക് പാർട്ടും എല്ലാം നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മൾ പടിയൊക്കെ പിടിപ്പിച്ച് കണ്ടോ, നമ്മുടെ യോക്ക് പാർട്ടൊക്കെ നല്ല ഒരു ചുരിദാറിൻ്റെ പെർഫെക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ നൈറ്റി പോലെ അങ്ങ് കണ്ടമാനം തോള പോലെ. ഇത് കണ്ടോ, കയ്യിലും നമ്മളൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് തിരിച്ചറിയത്തില്ലാത്ത പോലെ. വേണ്ട എൻ്റെ കുഞ്ഞ് പൊട്ട വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും വേണ്ടേ, പ്ലെയിൻ മെറ്റീരിയൽ ആകുമ്പം എന്തെങ്കിലും വേണ്ടെന്ന് ഓർത്തോണ്ടോ നമ്മളിങ്ങനെ തയ്ച്ചേക്കുന്നത്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇനി നമ്മൾ ബാക്ക് പാർട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് കണ്ടില്ലേ, ചുരിദാർ കട്ടാണ്. ചിലർക്ക് ഇതാ ഇഷ്ടം. പുറകുവശത്തൂടെ തുണി അല്ലെങ്കിൽ യോക്ക് പാർട്ട് വെച്ച് ഇങ്ങനെ ഞുറിച്ചിൽ വന്നു കഴിയുമ്പം കണ്ടമാനം വലിപ്പം പോലെ തോന്നും. ഇതാകുമ്പം മീഡിയം വലിപ്പം ഉണ്ടോ എന്ന് വെച്ചാൽ വലിപ്പം ഉണ്ട്, താനും നൈറ്റിയുടേതായ പെർഫെക്ഷനും ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവനവൻ്റെ തുണി അവനവൻ തയ്ക്കണം.